എല്ലാവർക്കും ഒരു കുറിച്ച് ഗൈസ് നമ്മൾ പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ പാൽ വേൾഡ് എപ്പിസോഡ് 4 ആണ് ഗൈസ്. ഞാൻ ഒത്തിരി കളിച്ചു ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ നേരത്തെ എപ്പിസോഡ് 3 ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എപ്പിസോഡ് 4 നമ്മൾ നോക്കുന്നതായിരിക്കും. നെക്സ്റ്റ് എപ്പിസോഡ് 4 ഈ എപ്പിസോഡ് കുറച്ച് ലോങ് ആയിരിക്കും, നിങ്ങൾ ഹെഡ്ഫോൺ വെച്ചിട്ട് കാണുക. ഓക്കെ, പിന്നെ എപ്പിസോഡ് 5 വരുന്നതായിരിക്കും. ഞാൻ പാൽ വേൾഡ് ഇപ്പോഴങ്ങനെ ഇടാറില്ല, എപ്പിസോഡ് 4 ആണ് ഗൈസ് ഇത്. ഈ എപ്പിസോഡ് 5-ന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക, പിന്നെ എപ്പിസോഡ് 6-ന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അവസാനം എപ്പിസോഡ് 16-നകത്ത് ഞാൻ ഒത്തിരി മൃഗങ്ങളെ പിടിച്ചിട്ടുണ്ട്. പിന്നെ എപ്പിസോഡ് 16-നകത്ത് ഞാൻ ഫൈനലായിട്ട് പാൽ വേൾഡിൻ്റെ അടുത്ത് ബൈ പറയും എപ്പിസോഡ് 16. ഓക്കെ, എപ്പിസോഡ് 50 വരെ നമ്മൾ കളിക്കുന്നുള്ളൂ, പിന്നെ എപ്പിസോഡ് 60 നമ്മൾ കളിക്കത്തില്ല. എപ്പിസോഡ് 60 ആയിട്ട് നമ്മൾ ഇനി പാൽ വേൾഡ് കളിക്കത്തില്ല കേസ്. ഓക്കെ, എപ്പിസോഡ് 3 അല്ല കേസ്, എപ്പിസോഡ് 4 ആണ്. എപ്പിസോഡ് 60 വരെ ഇനിയുള്ളൂ. ഓക്കെ, നമ്മളിത് ഉണ്ടാക്കുകയാണ് കേസ്, മെറ്റൽ പിക്കാസ്. ഓക്കെ, നമ്മൾ ഒത്തിരി പണിയാണ്, നമ്മൾ ഒത്തിരി മൃഗങ്ങളെയൊക്കെ എല്ലാം പിടിച്ചായിരുന്നു കേസ്. പിന്നെ ഈ പാൽ വേൾഡിൻ്റെ മൊബൈലില്ല കേസ്, പാൽ വേൾഡ് മൊബൈൽ അത് നമ്മളിനി കളിക്കത്തില്ല കേസ്. പാൽ വേൾഡ് മൊബൈൽ കൊള്ളത്തില്ല, വിളിച്ചൊക്കെ ആയി. ഒത്തിരി സംഭവം നമ്മൾ എടുത്തായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആ ചെസ്റ്റിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് കേസ് എത്ര മൃഗങ്ങളെ പിടിച്ചെന്നറിയാമോ പാൽ വേൾഡിൽ. പോളി നമ്മളെ PC-ന്നാണ് കേസ് കളിക്കുന്നത്. ഓക്കെ, നമ്മൾ PC-ന്നല്ലേ കളിക്കാൻ പറ്റും. മൊബൈൽ പാൽ വേൾഡ് മൊബൈൽ കൊള്ളത്തില്ല കേസ്. PC ആണ് കുറച്ചുകൂടെ നല്ലേ. വേണമെങ്കിൽ ചിക്കിന്ന് നമുക്ക് കളിക്കാം പാൽ വേൾഡ്. ചിക്കിന്ന് നമുക്ക് പാൽ വേൾഡ് കളിക്കാം, പക്ഷെ ഞാൻ PC-ന്നാണ് കേസ് കളിക്കുന്നത്. ഓക്കെ, എനിക്ക് PC അല്ല കേസ്, ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. PC എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ഓക്കെ, മാപ്പൊക്കെ ഉണ്ടേ ശരിക്കുള്ള മൊബൈലിലെ പാൽ വേൾഡ് ഇല്ല കേസ്. മൊബൈലിലെ പാൽ വേൾഡിൽ മാപ്പും ഇല്ല കേസ്, ഒന്നുമില്ല മൊബൈലിലെ പാൽ വേൾഡിൽ. ഇതിന് PC-യിലുള്ള പാൽ വേൾഡിൽ ഒത്തിരി സംഭവങ്ങളുണ്ടേ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചിക്കിന്ന് കളിക്കാൻ പറ്റും കേസ്. പിന്നെ വേറെ ഒത്തിരി ഗൂഗിളിൽ നിന്ന് എടുക്കാൻ പറ്റും. ഞാൻ ഫാസ്റ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ലോഡിങ് പെട്ടെന്ന് ലോഡാവുള്ളൂ. ഓക്കെ, ഫാസ്റ്റ് ട്രാവൽ പെട്ടെന്ന് കയറാൻ പറ്റുന്നില്ലെങ്കിൽ സാഹചര്യം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ സാധനം എന്തൊക്കെ പുരു പോകുന്ന പോലെ പോകുന്നത് കേസ്. നിങ്ങൾക്ക് പാൽ വേൾഡ് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു PC ഒന്നും ഇല്ലെങ്കിൽ ഗീവ് അവേ പങ്കെടുത്താൽ മതി കേസ്. ഗീവ് അവേയിൽ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് നിങ്ങൾക്ക് കിട്ടും കേസ്, എൻ്റെ ഗീവ് അവേയിൽ. പക്ഷെ നിങ്ങളൊരു കാര്യമുണ്ട്, എനിക്ക് 100 ലൈക്കും 100 സബ്സ്ക്രൈബും തന്നാലും ഞാൻ ഗീവ് അവേ തരത്തോളൂ, ഇല്ലെങ്കിൽ ഞാൻ ഗീവ് അവേ ഇടത്തില്ല കേസ്. ഓൾറെഡി ഞാനിവിടെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേസ്. എങ്ങനെയാണെന്നൊന്നും പറയില്ല, ഞാൻ എങ്ങനെ മേടിച്ചതാണ് ഗെയിമിംഗ് ലാപ്ടോപ്പ്. ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്, അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം ഗെയിമിംഗ് ലാപ്ടോപ്പ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാൻ ഗീവ് അവേയിൽ. പക്ഷെ 100 ലൈക്ക് 100 സബ്സ്ക്രൈബ് കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് തരാം. ഫോണും കിട്ടുന്നതായിരിക്കും കേസ് ഗീവ് അവേയിൽ. PC-യും പിന്നെ സെക്കൻഡ് വരുന്ന ആൾക്ക് നമ്മളെ ഫോൺ കിട്ടുന്നതായിരിക്കും. ഒത്തിരി ഇതുണ്ട് കേസ്. ഓക്കെ, നമ്മൾ പറയുന്നതായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് PC ഇല്ലെങ്കിൽ PC കിട്ടാത്തവർ വേണമെങ്കിൽ ഗൂഗിളിൽ ഞാൻ ഈ കമൻറ്റ് സെക്ഷനിൽ ഒരു ലിങ്ക് കാണും കേസ്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് PC കിട്ടുന്ന എല്ലാ ഗെയിമും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേസ്. അതായത് GTA 5 ഫ്രീ ആയിട്ടാണ് കേസ്. ഓക്കെ, PC കിട്ടുന്ന എല്ലാ ഗെയിമും ഞാൻ കമൻറ്റ് കൊടുത്തേക്കാം, നിങ്ങളെന്നാലും പോയി ചെയ്തേക്കാം. ഓക്കെ, കമൻറ്റ് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളാ ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ സമയത്ത് നിങ്ങൾ തനിയെ വെബ്സൈറ്റിൽ എത്തിക്കോളും. വെബ്സൈറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സമയം എടുക്കാതെ നിങ്ങൾ ഫോൺ നമ്പർ മാത്രം തന്നാൽ മതി കേസ്. ഫോൺ നമ്പർ തരുമ്പോൾ എല്ലാം വരും. ഓക്കെ, ഫോൺ നമ്പർ കിട്ടിയാൽ മതി. പിന്നെ എനിക്ക് ഗെയിം തെറാപ്പീസിൻ്റെ നമ്പർ പറഞ്ഞു തരാമോ കേസ്? എനിക്ക് ഗെയിം തെറാപ്പീസിനോട് RP വീഡിയോ ഇടാനാണ്. ഒരു ഫോക്സിനുള്ള കൊല്ലട്ടെ കേസ്. നോക്കുവാണെങ്കിൽ ഞാൻ തരുന്ന വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ PC കേസ് എല്ലാം കളിക്കാം ഫ്രീ ആയിട്ട്. നിങ്ങളെ ഫോൺ നമ്പർ മാത്രം തന്നാൽ മതി. ഫോൺ നമ്പർ പിന്നെ ഒരു ഇമെയിലും കേസ്. ഓക്കെ, പിന്നെ നിങ്ങളെ ഫോൺ നമ്പർ അടിച്ചിട്ടില്ല കേസ്, ഒരു ഇമെയിലുണ്ട്. ആ ഇമെയിൽ നിങ്ങളെ ഇമെയിൽ നിങ്ങൾ തന്നിട്ട് നിങ്ങളെ ഫോൺ നമ്പറിലോട്ടൊരു സംഭവം അയക്കും. അത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. കോപ്പി ബട്ടൺ ഞെക്കിയിട്ടില്ല കേസ്, നിങ്ങൾ കീപാഡിൻ്റെ സെൻറ്ററിൽ കൊടുത്താൽ മതി കേസ്. ഇന്നലെ എല്ലാം വരുന്നതായിരിക്കും. നിങ്ങൾ പിന്നെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് കേസ് അൺലിമിറ്റഡ് ടൈം എല്ലാ ഗെയിമും കളിക്കാം കേസ്. ചിക്കിനെക്കാളും ബെറ്ററാണ്. ഞാനുണ്ടാക്കിയൊരു ആപ്പാണ്,
നിങ്ങൾക്ക് നല്ല ഉപകാരമായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് GTA 4 എല്ലാ PC ഗെയിമും ഉണ്ട് ഇതിനകത്ത്. ഞാനില്ല കേസ് എൻ്റെ ആപ്പിൽ എൻ്റെ PC-യിൽ നിന്ന് ഒത്തിരി ഗെയിമൊക്കെ ഷെയർ ചെയ്ത് കയറ്റിയതാണ്. പിന്നെ നിങ്ങളെനിക്ക് 100 ലൈക്ക് 100 സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ പിന്നെ കേന്ദ്ര ഓഫീസിൻ്റെ നമ്പറും പറയാതെ ഗീവ് അവേ എന്താണ് ഞാൻ വെക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഗീവ് അവേ നമ്മൾ വെക്കും കേസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വരാം. ഓക്കെ, ഇവിടെ വരുമെന്ന് പറയുമ്പോൾ ഒമാനിൽ വരാം കേസ്. നിങ്ങളിപ്പോൾ എവിടെ ഏത് സ്ഥലത്താണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഫ്ലൈറ്റ് കയറി ഇപ്പം നിങ്ങൾക്ക് ഒമാനിൽ വരാനൊക്കെ പറ്റും. ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് കയറിഞ്ഞു നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാവും. നിങ്ങളൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. നിങ്ങൾ ഫോട്ടോയും കൂടെ ഒന്ന് അയച്ചു തന്നേക്കണം കേസ്. ഓക്കെ, നിങ്ങളൊരു ഫോട്ടോയ്ക്കകത്ത് PC ആഡ് ചെയ്തോളാം ഞാൻ. നിങ്ങൾക്ക് ഗീവ് അവേയിൽ PC കിട്ടും. വേറൊരു കാര്യം, നിങ്ങൾ PC കിട്ടുമ്പോൾ PC പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയക്കണം. ഓക്കെ, നിങ്ങൾ PC പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എന്നാലേ പറ്റത്തുള്ളൂ. ഗീവ് അവേ എന്നാലും ഞാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. ഞാൻ ഗീവ് അവേ തരാമെന്ന് ഞാൻ ഗീവ് അവേയിൽ 100 ലൈക്കാണ് പറഞ്ഞത്. നിങ്ങൾ തന്നില്ല, 100 സബ്സ്ക്രൈബേഴ്സ് തന്നില്ല. അന്നേരം ഞാൻ ഗീവ് അവേ എങ്ങനെ നടത്തും പറയേ? ആരും തരില്ല. ഞാൻ പറഞ്ഞ ഒന്നും നിങ്ങൾ തരില്ല. നിങ്ങളെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഒന്നും നിങ്ങൾ പറഞ്ഞില്ലല്ലോ സുഹൃത്തുക്കളെ. ഞാൻ ഗീവ് അവേ നിങ്ങൾക്ക് തരാമായിരുന്നു, പക്ഷെ നിങ്ങളൊന്നും പറഞ്ഞില്ല കേസ്. അതുകൊണ്ടാണ്. ആണെങ്കിൽ ഞാൻ തരാം, എന്നാലും ഞാൻ തരാം. സബ്സ്ക്രൈബർ കുറച്ച് കൂടട്ടെ കേസ്. കുറച്ചുകൂടി സബ്സ്ക്രൈബർ കൂടുമ്പോൾ ഞാൻ എന്തായാലും തരാം കേസ്. നമ്മളാദ്യം പാൽ വേൾഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. അല്ല, നമ്മൾ പാൽ വേൾഡിൽ കോൺസെൻട്രേഷൻ ചെയ്യട്ടെ കേസ്. ഓക്കെ, എനിക്ക് പനിയായി കേസ്. പിന്നെ നിങ്ങൾ സ്കേറി ടീച്ചർ മൾട്ടിപ്ലെയർ കണ്ടുകാണെങ്കിൽ കേസ് അത് ഭയങ്കര പാടായിരുന്നു. ഞാൻ അവസാനമില്ലേ സ്കേറി ടീച്ചർ മൾട്ടിപ്ലെയർ തോക്കുവാണെങ്കിൽ കേസ് ഞാൻ ചാനൽ വിടുമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അവസാനം 1 സെക്കൻഡ് ആ സായപ്പനില്ലേ കേസ് ഞാൻ എങ്ങനെയോ ഇതായതാ. 1 സെക്കൻഡ് കറക്റ്റ് ആ സമയം എൻ്റെ മുമ്പിൽ വെറും 1 സെക്കൻഡേ ഉള്ളായിരുന്നു. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ് എൻ്റെ ചാനൽ ഞാൻ നിർത്തുമെന്ന്. ഞാൻ ഈ മൾട്ടിപ്ലെയർ ഗെയിമില്ലേ സ്കേറി ടീച്ചറിൻ്റെ, അതിനകത്ത് ഞാൻ തോക്കുവാണെങ്കിൽ ഞാൻ ചാനൽ നിർത്തുമെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾ കണ്ടു കാണും, പോയി കാണുക, അല്ലെങ്കിൽ ഐ ബട്ടണിൽ കാണുമെങ്കിൽ. ഞാൻ പാരച്ചൂടെല്ലാം എടുത്തു. പിന്നെ അന്നേരം ആ കറക്റ്റ് 1 സെക്കൻഡേ ഉള്ളായിരുന്നു എൻ്റെ മുമ്പിൽ. ആ ഗേറ്റിൻ്റെ അടുത്ത് ഞാൻ എത്തിയത് 1 സെക്കൻഡ് ഉള്ളായിരുന്നു. ഞാൻ ഗേറ്റിൻ്റെ വെളിയിൽ പോയി ഞാൻ അവസാനം എസ്കേപ്പ് ആയി. അവസാനം കുറച്ച് സെക്കൻഡ് 36-37 സെക്കൻഡ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കും, ഭയങ്കര തമാശയാണ്. ഞാനില്ലേ ആദ്യം കളിച്ച്, രണ്ടാമത് കളിച്ച്, മൂന്നാമത് കളിച്ച്. ആദ്യം ഞാൻ തോറ്റ് കേസ്, രണ്ടാമതും ഞാൻ തോറ്റ്, മൂന്നാമതും ഞാൻ തോറ്റ് കേസ്. പിന്നെ അല്ല, മൂന്നാമത് ഞാൻ തോറ്റില്ല. ആദ്യത്തെ ഞാൻ തോറ്റ് കേസ്, രണ്ടാമത് ഞാൻ തോറ്റ് കേസ്, മൂന്നാമത് ഞാൻ ജയിച്ചു. എങ്ങനെയോ കറക്റ്റ് ആ സമയത്ത് തന്നെ ജയിച്ചു. ഓക്കെ, ഒത്തിരി ഒരു ലോങ് വീഡിയോ ആയിരിക്കും ഇത്. എന്തായാലും 18 മിനിറ്റിനെക്കാളും ഒത്തിരി കാണും ഇത് ഞാനിങ്ങനെ എപ്പിസോഡായി ഇടുന്ന എന്തോ നിങ്ങൾ ചോദിക്കല്ലേ. ഞാൻ ഒരു ദിവസം ഇതിൻ്റെ ഫുൾ ഗെയിം പ്ലേ ഇടുന്നതായിരിക്കും കേസ്. ഓക്കെ, കാര്യമായിരിക്കും പാൽ വേൾഡ് ഫുൾ ഗെയിം പ്ലേ. ഇത് എപ്പിസോഡായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. ഒത്തിരി സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ. ഈ പാൽ വേൾഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു ബ്രോ. ഗീസ് ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് കളിച്ചത് തന്നെ. മോനെ പൊളി ഗെയിം ആയിട്ടുണ്ട് ഗീസ് ഇത്. പിന്നെ എൻ്റെ സെക്കൻഡ് ചാനൽ കാണാത്തവർ പോയി കാണും. എൻ്റെ സെക്കൻഡ് ചാനലിൽ ഞാൻ 28 വീഡിയോ ഇട്ടിട്ടുള്ളൂ. ചാനലിൻ്റെ പേര് റിയൽ TK ദേവ് എന്നാണ്. എന്തായാലും പോയി കാണുക ഗീസ്. ഓക്കെ, പിന്നെ ഞാൻ തേർഡ് ചാനലുണ്ടായിട്ടുണ്ട്, TK വ്ളോഗ് ഫണ്ണി എന്ന് പറയുന്ന ചാനൽ. ഈ ചാനലിലെ പേര് പോലെ തന്നെ ഫണ്ണിയാണ് ഗീസ്. പിന്നെ ഗെയിമിംഗ് വീഡിയോയും അല്ലാത്ത വീഡിയോ ഞാൻ ഇടും. അല്ലാത്ത വീഡിയോ ഇട്ടപ്പം ഒരു ഷോട്ട് ഇട്ട് കേസ്, ഞാൻ സൈക്കിൾ ഔട്ടുന്ന ഷോട്ട്. ആ ഷോട്ടിനാണ് 453 വ്യൂ ഉണ്ട്. ആ ഷോട്ടിന് ഞാൻ സൈക്കിൾ ഔട്ടുന്ന വീഡിയോ ഇട്ടപ്പോൾ. പിന്നെ ഞാൻ വേറെ ഒത്തിരി വ്യൂസ് ഉണ്ട് കേസ് എനിക്ക് TK വ്ളോഗ് ഫണ്ണി എന്ന് പറയുന്ന ചാനലിൽ. പക്ഷേ എനിക്ക് സബ്സ്ക്രൈബർ എത്രയാണെന്നറിയാമോ? 5 സബ്സ്ക്രൈബറേ ഉള്ളൂ കേസ്. പക്ഷെ ഒത്തിരി വ്യൂ ഒക്കെ ഞാൻ കിട്ടുന്നുണ്ട്. എൻ്റെ എല്ലാ ചാനലിലും 5 സബ്സ്ക്രൈബറേ ഉള്ളൂ. പക്ഷേ ഈ ഗെയിമിംഗ് ചാനലില്ല കേസ്. ഗെയിമിംഗ് ചാനൽ മാത്രം ഒത്തിരി ഞാൻ പറയുകയാണെങ്കിൽ ഗെയിമിംഗ് ചാനൽ വെറും അറിയത്തില്ല. ഗെയിമിംഗ് ചാനലിൽ 10 സബ്സ്ക്രൈബർ ഉണ്ട്. ഓക്കെ ഗൈസ്, ഗെയിമിംഗ് ചാനലിൽ 10 സബ്സ്ക്രൈബർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ്. പിന്നെ എൻ്റെ റിയൽ TK ദേവിന് 5 സബ്സ്ക്രൈബറാണ്. പിന്നെ എൻ്റെ TK വ്ളോഗ് ഫണ്ണി എന്ന് പറയുന്ന ചാനലിലും 5 സബ്സ്ക്രൈബറോ ആയിട്ടുള്ളൂ ഗൈസ്. ഇതുവരെ 10 പോലും കഴിഞ്ഞിട്ടില്ല എൻ്റെ ഒരു ചാനലിലും.
എന്നാലും ഇതെല്ലാം പെട്ടെന്ന് ചെയ്യണം ഗേസ്. അതായത് നമ്മളെ ചാനലിൽ പെട്ടെന്ന് ഒരു 100 സബ്സ്ക്രൈബറെങ്കിലും കൊണ്ടുവരണം. അതാണ് നമ്മളെ ലക്ഷ്യം. ഞാനിന്ന് പറയാൻ വന്നു റൂട്ട് ടു 100 FKs അടിച്ച് പൊട്ടിയില്ല. ലൈക്ക് വന്നു എല്ലാം അടിച്ച് പൊട്ടിയിര്. അടിച്ചൊക്കെ പൊട്ടിയിര് കേസ്. അടിച്ച് കയറി വാ, അത്രേ ഉള്ളു. അടിച്ചൊക്കെ പൊട്ടിയിര്. PC ഒന്നും അടിച്ചു പൊട്ടിക്കണമല്ലോ. നിങ്ങളെ മൊബൈലാണോ PC ആണെന്നൊന്നും എനിക്കറിയത്തില്ല. മൊബൈലൊന്നും അടിച്ചു പൊട്ടിക്കേണ്ട. ലൈക്ക് അങ്ങ് അടിച്ചങ്ങ് പൊട്ടിച്ചേ കേസ്. മൊബൈൽ പോയാലും ഞാൻ നിങ്ങൾക്ക് മൊബൈൽ തരത്തില്ല കേസ്. നിങ്ങൾ ആരുടെ മൊബൈലാ പൊട്ടി കൊള്ളാത്തതായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഏത് മൊബൈൽ വേണമെങ്കിലും തരാം. ഐഫോൺ തരാം. ഒരു ഐഫോണേ ഉള്ളു. സെക്കൻഡ് പ്രൈസ് വരുന്ന iPhone 50 Pro Max എങ്ങാണ്ടാണ്. ഓക്കെ, സെക്കൻഡിൽ വരുന്നത്. രണ്ടാമത്തെ സെക്കൻഡ് ആൾ വരത്തില്ലേ. 2 GB ഉണ്ട്. ആദ്യത്തത് iPhone 50, പിന്നെ രണ്ടാമത്തത് പിന്നെ ഇവിടെ അടികൂടിയേ പറ്റും. രണ്ടാമത്തത് കൺട്രോൾ കിട്ടുന്നില്ല പറയുമ്പോൾ. രണ്ടാമത്തത് വരുന്നത് PC ആണ്. PC അല്ല, ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. ആദ്യത്തെ ഗീവവേ ഗെയിമിംഗ് ലാപ്ടോപ്പ്. രണ്ടാമത്തെ ഗീവവേ ആണ് iPhone 50 Pro. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ പറ iPhone 50 Pro വേണമെങ്കിൽ. നിങ്ങളെ കൊള്ളാതൊരു ഫോണാണെങ്കിൽ ഞാൻ തരാം. ആദ്യം ഏറ്റവും പൊട്ടിയിരിക്കുന്നത് നിങ്ങൾ ഫോട്ടോ എടുത്തായി. ഓക്കെ, നിങ്ങളെ ഫോൺ ഭയങ്കരമായിട്ട് പൊട്ടിയിരിക്കുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ തോറ്റ സാരമില്ല കേസ്. നമ്മളിനി വേറെ ഉണ്ട്. തോറ്റടേ നമ്മള്. എടേ ഞാൻ പോവാ ഞാൻ തോറ്റ് നമ്മൾ പിന്നെ വിൻഡ് സ്പീഡോ എന്തോ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് രണ്ടാമത്തെ പ്രൈസ് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ പ്രൈസ് ഉണ്ടെങ്കിൽ സാംസങ് ഗാലക്സി S20 Ultra. ഓക്കെ, എത്ര സംഭവങ്ങളാണെന്നറിയാമോ ഗൈസ്. 3 GB ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നുള്ളതൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഫോൺ പൊട്ടി കൂറ ഫോണായിരിക്കുന്നവരെല്ലാവരും കമൻ്റ് ഇടും ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഓപ്പോയുടെയും വിവോയുടെയും സാംസങ്ങിൻ്റെ ഉള്ള ഫോൺ അയക്കുന്നതായിരിക്കും. നിങ്ങളെ ഫോൺ കേടായെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. കള്ളം പറയുന്നതാണെങ്കിൽ ഞാൻ തരത്തില്ല ഗൈസ്. ഗീവവേ വേണമെങ്കിൽ പറയാം, എന്താണെങ്കിലും പറയാം. വേണമെങ്കിൽ ഞാൻ ഗീവവേക്ക് ഫോൺ തരാം. എന്താണെങ്കിലും തരാം ഗൈസ് ഗീവവേക്ക്. ഓക്കെ, ഇവിടെ ചെസ്റ്റാണ് ഗൈസ്. മൈൻഡ് ക്രാഫ്റ്റിലെ ചെസ്റ്റ് അല്ല, ഒരു പെട്ടിക്കകത്ത് എന്തോ ഞാൻ വെച്ചിട്ടുണ്ട്. എത്ര സാധനങ്ങളെ വെച്ചെന്നറിയാവോ? ഒത്തിരി മൃഗങ്ങളുണ്ട്. ഞാൻ എൻ്റെ വീടിനടുത്ത് എത്ര മൃഗം വെച്ചെന്നറിയാവോ? ഞാനില്ല കേസ്. ഞാൻ ഒരു ദിവസം ഇല്ല കേസ്. ഇന്നലെ എങ്ങാണ്ട് ഞാൻ പാൽവേൾഡ് എപ്പിസോഡ് 4 ഇടാന്ന് വിചാരിച്ചു. ആ സമയം ഞാൻ റെക്കോർഡ് ചെയ്തു കേസ്. റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ നേരത്ത് സൗണ്ട് ഇല്ല. അന്നേരം ഞാനേ ഒത്തിരി കളിച്ച് കേസ്. അന്നേരം ഒത്തിരി കളിച്ചിട്ടില്ലേ, അവസാനം ഇത്രയും ആക്കി. അന്നേരം ഞാൻ നോക്കിയപ്പോൾ സൗണ്ട് ഇല്ല, റെക്കോർഡ് മാത്രമായി. കൊള്ളാം. അതാണ് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ പുതിയ എപ്പിസോഡ് ആക്കിയിരിക്കുക. പുതിയ എപ്പിസോഡ് 4. അതാണ് വേറൊരു പ്രശ്നം. ഒത്തിരി മൃഗമായി കേസ്. എനിക്ക് പാൽവേൾഡൊക്കെ പണ്ട് എങ്ങനെ ഇരുന്ന് ഞാൻ കളിക്കാനൊന്നും അറിയില്ല. ഇപ്പം എനിക്ക് നല്ലോണം എല്ലാം അറിയാം. വേണമെങ്കിൽ ഞാൻ കൂട്ടാനോട് കളിക്കുന്നതായിരിക്കും. ഇമ്മാനുവലിനെല്ലാം അറിയാം. ഇമ്മാനുവലിന് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞു ഇമ്മാനുവലിൻ്റെ അടുത്ത് കളിക്കാനുള്ള ലിങ്ക്. നിങ്ങൾക്ക് കളിക്കണം കേസ് എൻ്റെ കൂടെ. ലിങ്ക് ഈസ് ഇൻ ദ കമൻറ്റ്. ഓക്കെ, പോയി കളി. എൻ്റെ കൂടെ കളിക്കാൻ ആഗ്രഹമുള്ളവർ കളിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഒരു കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു 100 കമൻറ്റ്, 100 സബ്സ്ക്രൈബർ, 100 ലൈക്ക് തരുവാണെങ്കിൽ ഗീവവേയിൽ ഞാൻ ഒത്തിരി സംഭവം വിൽക്കുന്നതായിരിക്കും. വിൽക്കുമല്ല കേസ്, തരുന്നതായിരിക്കും. എനിക്ക് മാമത്തിനെ പിടിക്കണമെന്നുണ്ട്. പക്ഷെ മാമത്തിൻ്റെ ഇടിച്ചോണ്ടല്ല, മാമത്തിൻ്റെ ആ കൊമ്പ് വെച്ച് എന്നെ അങ്ങ് കൊന്നുകളയും. ഞാൻ ഓടിച്ചെന്ന് ഒത്തിരി ആൾക്കാരേക്ക് പിടിക്കണം. എനിക്ക് മൃഗങ്ങളെ പിടിച്ചേ പറ്റൂ കേസ്. എന്നിട്ട് എനിക്ക് അവിടെ മുഴുവൻ നിറയ്ക്കണം എൻ്റെ വീട്. നിൽക്കുമ്പോണോ ഞാൻ എന്താ വേണമെന്ന് കേസ്. അവനെ നമ്മൾ ഇടിച്ചിട്ടുണ്ട്. അയ്യോ, പാരച്ചൂട്ട് വന്നില്ലെങ്കിൽ നമ്മൾ ചത്തേ. നിൽക്കുമോനു ഞാൻ മോനോടെ ഒന്ന് കൊന്നോട്ടോ മോനു, പ്ലീസ് മോനു. കണ്ടാൻ പറ്റില്ല. സ്പിയറിൽ കയറ്റണം കേസ്. എന്തോ ഒരു പാൾ സ്പിയറോ സ്പിയർ സ്പാൾഫിയറിൽ അങ്ങോട്ട് കയറ്റണം. അത് ഇവിടെ മാമത്ത് പോകുന്നുണ്ട്. മാമത്തിനെ അങ്ങനെ ഇടിക്കുവാണെങ്കിൽ എന്നെ കുത്തിക്കൊല്ലും മാമത്ത്. പെട്ടെന്നടേ ഇവിടെ
ഇവിടെ നല്ലൊരു സ്ഥലം തന്നെയാണ്. കാരണം ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന്. ഇത് പാൽവേൾഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ എപ്പിസോഡ് 50 വരെ ഞാൻ എടുത്തോ. ഞാൻ എപ്പോഴും എന്തൊക്കെയാണ് എപ്പിസോഡ് 50 വരെ എടുത്തോ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഇവിടെ ഫാസ്റ്റ് ട്രാവൽ ചെയ്യണം നമുക്ക്. ഫാസ്റ്റ് ട്രാവൽ ഓക്കെ. നമ്മൾ ഫാസ്റ്റ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ലോഡാവണം. ഓക്കെ അന്ന് യെസ്. ഓക്കെ ഇവിടെ നിന്ന് ഇത് ഹെല്ല് പോലത്തെ എന്തോ സ്ഥലമാണ്. എടേ ഞാൻ പറ്റില്ല. ചുമന്ന മരമുള്ള സ്ഥലത്തല്ലേ മാർക്ക് ചെയ്തത്? ഞാൻ മറന്നു പോയി കേസ്. ഇത് കൊള്ളാം. ഇതിൻ്റെ പ്രകൃതിയൊക്കെ ഞാൻ നോക്കിയത്. ശരിക്കും പണ്ടേ റെഡ് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ റെഡ് സ്ഥലത്താണ് മാർക്ക് ചെയ്തത്. ഞാൻ മറന്നു പോയി. സാറില്ല റെഡ് സ്ഥലത്ത് മാർക്ക് ചെയ്തില്ലേ നമ്മൾ. മോനെ റീം ഓഫ് ദ ഫോഴ്സ് ആൻഡ് വിങ്സ്. എന്തോന്നാ ഫോഴ്സ് ആൻഡ് വിങ്സ്? കേസ് ഇവള് പെണ്ണാണെന്ന് തോന്നി. കേസ് ഇവനെ കണ്ടിട്ട് പെണ്ണിനെ പോലെ ഉണ്ട്. ആണല്ലെന്ന് തോന്നുന്നു. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയാണ് മാറ്റുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതെന്തോ ഈ എന്നെ ഇടിക്കാൻ എന്നെ മരല്ല ഇടിക്കുന്നത്. ഞാൻ എന്തൊക്കെയാ എന്നെ മരല്ല ഇടിക്കുന്നത്. ഞാൻ എന്നെ മൃഗങ്ങളെ ഒന്ന് വരുത്തിച്ചോട്ടെ. അപ്പം മൃഗങ്ങളെ ഞാൻ വരുത്തിച്ചിട്ടില്ല. ഞാൻ കാണിച്ചോടാം കേസ്. ഞാൻ പിടിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തിയായിട്ടുള്ള മൃഗത്തിനെ ഇല്ല കേസ് ഞാൻ കൊണ്ടുവന്നായിരുന്നു. എന്തെൻ്റെ മൃഗം കേസ്? എൻ്റെ മൃഗത്തിനെ കാണുന്നില്ല. ഇതെൻ്റെ മൃഗം എന്ത് കേസ്? എടുത്തപ്പോയില്ല കേസ്. ഏറ്റവും ശക്തിയുള്ള മൃഗം ഞാൻ എടുത്തതിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള മൃഗത്തിനെ ഞാൻ എടുത്തായിരുന്നു. ഇത് പോയി കേസ്. ഞാൻ എടുത്തതിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള മൃഗം. ഞാൻ പിന്നെ ചത്തല്ല. ചത്ത് തൊലയും ഞാൻ. ഒരു കഷ്ടമാണിത്. മൈൻക്രാഫ്റ്റ് ആണെങ്കിൽ ഇതിനേക്കാളും നല്ലതാണല്ലേ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷെ മൈൻക്രാഫ്റ്റിനെ പോലെ കൺട്രോളിങ് ചേർത്ത് പാടാ. PC അല്ലേ കേസ്? PC ബട്ടനൊക്കെ എല്ലാം ഞെക്കിയേ കൺട്രോളൊക്കെ എല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ അല്ല. ഇപ്പം തന്നെ എത്ര കയ്യൊക്കെ വേദനിച്ചിരിക്കുക. ഒത്തിരി പണിയുണ്ട്. മൗസ് കൺട്രോളിങ്ങൊക്കെ ഉണ്ടല്ലേ ഇതിനൊക്കെ. അതുകൊണ്ടാണ്. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല കേസ്. കുറച്ചുകൂടെ ഞാൻ കാണിക്കാം നിങ്ങളെ. ഞാൻ ഇനി തോക്കുവാണെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം കേസ്. ഓക്കെ നമുക്കിനി പോകണം. നിങ്ങൾ ഏതെങ്കിലും മൃഗത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയിരുന്ന് പോയാലോ? നമുക്ക് ഈ കല്ലൊന്ന് കൊണ്ട് ചെല്ലും. 88 91. ഓക്കെ 89. കല്ല് വരുന്നില്ലല്ലോ. നമുക്ക് ആ മാനിൻ്റെ പുറത്ത് കയറി പോകണം കേസ്. ആ നീല മാനില്ലേ? നമ്മളെ മറ്റില്ലേ നമ്മളെ കൂട്ടുകാരനില്ലേ കേസ്? കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും. ഒരു മഞ്ഞ കളർ പോക്കിമോണില്ലേ കേസ്? മഞ്ഞയല്ല, നമ്മളെ പച്ച കളർ പീക്കാച്ചു ഇല്ലേ? പച്ചയല്ലല്ലോ, പർപ്പിൾ കളർ പീക്കാച്ചു. പർപ്പിൾ കളർ പീക്കാച്ചു നമ്മളെ സഹായിക്കും കേസ്. കാരണം നമ്മളവനെ വേട്ടയാടി പിടിച്ചതാണ്. നിങ്ങൾ ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രേ ഉള്ളൂ കേസ്. നാളെ കാണാം കേസ്. ഓക്കെ എപ്പിസോഡായിട്ട് ഇങ്ങനെ ഇടും കേസ്. അതാണ്. ഓക്കെ അന്നേരം നാളെ കാണാം. ഓക്കെ റോഡ് ടു 100K അല്ല 100. ഓക്കെ ബൈ ബൈ ഗേസ്. ടാറ്റാ.